പുഷ്പങ്ങളാക്കും ഭാര്യ പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്നു. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ പാത്തിരിക്കുകയായിരുന്നു. എന്തിന്? ആൾക്കാരൊക്കെ ഒന്ന് പോണ്ടേ? എന്താ നാണമുണ്ടോ? ഏയ് എനിക്കൊരു നാണമില്ല. എനിക്കറിയാം എന്തോന്ന്? നീ നാണോ മാനോ ഒന്നും ഇല്ലാത്തവളാണെന്ന്. പക്ഷെ വീട് വിട്ടിറങ്ങേണ്ടി ചെറിയൊരു പേടിയുണ്ടല്ലേ? ഏയ് ഈ കൊക്കത്ര കൊളം കണ്ടതാ? നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് എവിടെയാ ചേട്ടാ പ്ലാൻ ചെയ്തേക്കുന്നേ? നമുക്ക് ഊട്ടി പോയാലോ? അയ്യോ ഊട്ടിന്ന് പറഞ്ഞാ ഭയങ്കര തണുപ്പല്ലേ? ഊട്ടിന്ന് പറഞ്ഞാലൊന്നും ഒരു തണുപ്പില്ല. പിന്നെ കാശ് ചെലവാക്കി അവിടെ ചെന്നാലേ ഉള്ളു തണുപ്പ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങൾക്കുള്ള സമയമാണ് എന്റെ കുസുമം. ഓരോ ജീവതരംഗവും ഇണയെ തേടും രാവിൽ നാണത്തിൽ ആരാന്നറിയാമേയല്ലേ ഈ സമയത്ത്? അമ്മയായിരുന്നോ? അമ്മ എന്താ ഈ സമയത്ത് ഇവിടെ? സമയം രാത്രി 10 മണി ആയില്ലല്ലേ? അവന് ബേക്കറി കഥ അടച്ച. പിന്നെ ഒരു പെണ്ണ് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ നേരത്ത് ഞാൻ എന്താ വേണോ? ഞാൻ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് എന്റെ അച്ഛൻ പറഞ്ഞിട്ട് 10-15 വർഷമായി. അന്നോട്ട് ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് ഇരിക്കണത് കേട്ടാ. അമ്മച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ട? അമ്മച്ചി പാലും പഴം എടുക്കട്ടോ. ഞാൻ എന്താ അമ്മച്ചി പാലും പഴം തിന്നാ തത്തയാ? എടാ അതല്ലടാ എന്റെ മരുമോളോടെ. മരുമോളോ? കുസുമം. കുസുമം കുസുമം പേടിപ്പിച്ചളഞ്ഞല്ലേ? അല്ല ഇതൊരു അമ്മയായിരുന്നു. എന്റെ അമ്മയുടെ നായരായിരുന്നു. നീ എന്ത് കരുതി? ഞാൻ കരുതി വല്ല റേഡും ആയിരിക്കും ഒന്നും. പള്ളി വീട്ടിൽ വന്ന് കയറി പെണ്ണാണ്. അപ്പൊ വീട്ടിൽ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ചെറുക്ക എന്തെങ്കിലും പറയുമ്പോ തള്ളയുടെ മൂത്രം നോക്കണോ നീത്തി? ഞാൻ കളവി. ഒരു 10-28 വർഷം കൊണ്ട് ഞാൻ അങ്ങോട്ട് തന്നെയല്ലേ കിടന്ന് നോക്കുന്നത്. അല്ല ഗതിയും പിടിച്ചിട്ടുണ്ടോ? പിടിച്ചിട്ടുണ്ടോ? ഇട ചെറുക്ക അതല്ല. നിങ്ങളൊരു പെറ്റ തള്ളയല്ലേ? ഒരു സമാധാനത്താ മനുഷ്യന്. അമ്മ പറഞ്ഞെന്ന് അറിയാമോ? ഈ വീട്ടിൽ നാളെ ഒരു ഗ്യാസ് കണക്ഷൻ എടുക്കണമെന്ന്. കണ്ടോടി എന്റെ അമ്മയുടെ സ്നേഹം. നാളെ തൊട്ട് ഈ വീട്ടിൽ ഗ്യാസ് കണക്ഷൻ. അതാ പറയുന്ന സ്നേഹമൊന്നും. സ്നേഹം കൊണ്ടൊന്നും അല്ല. പിന്നെ ഞാൻ പറയാറില്ലേ ഇവള് ഈ വീടിന്റെ വിളക്കാണെന്ന്. വിളക്കേ? ഇവളിവിടെ നിന്ന് കത്തുന്ന എനിക്കൊന്ന് കാണണം. അമ്മ ഇറങ്ങണ വെളിയില്. എന്നെക്കെന്തരാ വയ്യടാ? ഒരു കുഴപ്പമില്ല. ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുക്കട്ടെ? ഒന്നും വേണ്ടേ? കട്ടൻ ചായ വേണ്ട മച്ചി. മോൾക്ക് വേണ്ടി ചൂടുവെള്ളം. ചൂടുവെള്ളം വേണോ? ചൂടുവെള്ളം വേണ്ടെങ്കിൽ വേണ്ട. നാളെ കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരും. നാരങ്ങ വെള്ളം പിഴിഞ്ഞു കൊടുക്കണം. അതിന് നാരങ്ങ ഇങ്ങോട്ട് ഇട്. നാരങ്ങ എവിടെ ഇരിക്കുന്നു? ഈ കട്ടിന്റെ അടി ഇരിക്കുന്നു. ഈ കട്ടിന്റെ അടിയിലെ നാരങ്ങ കൊണ്ടുവെക്കാൻ സ്ഥലം കണ്ടോളോ? നാരങ്ങ കൊണ്ടുപോ. അമ്മങ്ങിച്ച് പോട്ടോ? പോവല്ലേ പോവല്ലേ ഇനി വാ. ഈ മുറുക്കാനും കൂടെ കൊണ്ടുപോയിക്കോ. മുറുക്കാൻ ചോദിച്ചില്ല. ഞാൻ അതിന്റെ പേരും പറഞ്ഞ് നീ ഇങ്ങോട്ട് വരണ്ടല്ലോ. മോളെ പോട്ടോടി. ഞാനിപ്പോ വരാ. അത് ഒരു സംസാരിച്ചിരിക്കാനുള്ള സമയമല്ലത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങൾക്കുള്ള സമയമാണ് എന്റെ കുസുമം. ഓരോ ജീവതരംഗവും ഇണയെ തേടും രാവിൽ നാണത്തിൽ മുങ്ങിയ ഈ തള്ളെ ഞാൻ നെലിവേഷം കൊടുത്ത് കൊല്ലും. ആരാടാ നീ? അണ്ണാ നമസ്കാരം. നമസ്കാരം. അണ്ണാ ഞാൻ ക്ലാസ് എടുക്കാൻ വന്നേ അണ്ണാ. പ്രസന്റ് സാർ. ഏത് കോളേജിൽ അധ്യാപകൻ? എന്റെ അണ്ണ ഞാൻ പാചകക്കാരൻ കുരുട്ട് വിജയൻ. ക്ലാസ് എടുക്കാൻ എന്തിനാടാ ഈ ബൈനോക്കുലറുമായിട്ട് വരുന്നത്? എന്റെ പൊന്നെണ്ണ ഇത്രയും വലിയ റൂമിനകത്ത് ഇത്തിരി പോകുന്ന ക്ലാസ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാനിത് വെച്ചിങ്ങനെ നോക്കി ചെറുതായിട്ട് പെണ്ണ് വാക്കല്ലാതെ നിൽക്കുന്നു. അല്ലെങ്കിൽ ഞാൻ നിന്നെ ഗ്ലാസും സാസറും കപ്പും ഒക്കെ കാണിച്ചിട്ട് വിട്ടേരാ. എടാ നിനക്കൊരു മര്യാദ ഉണ്ടോടാ? ഈ സമയത്താണ് ഒരു മണിയറ കയറി വരുന്നത്. എന്റെ അണ്ണ അണ്ണനും ഞാനും തമ്മിലുള്ള സോഷ്യലിസം വെച്ചല്ല ഞാൻ ഈ ഓടിക്കയറി പോണേ. അണ്ണനും ഞാനും തമ്മിലുള്ള സോഷ്യലിസം വെച്ചല്ലേ ഓടിക്കയറി വന്നേ. എടാ നിനക്ക് സോഷ്യലിസം കാണിക്കാൻ ഇത് കാറൽ മാക്സിന്റെ മുറിയല്ല, കട്ടയും മണ്ണും ചുമക്കുന്ന സുധാകരന്റെ മുറിയാടാ സോഷ്യലിസം. എത്ര രൂപ ക്ലാസ്? അണ്ണാ അത് കൂടി സ്റ്റീലാൻ പറഞ്ഞ ആ കടക്കാരൻ എന്റെ 10-25 രൂപയെങ്കിലും ചോദിച്ചു. 50 രൂപ ഉണ്ട്. നീ കൂടിയ സ്റ്റീലാണ് വെച്ചോ കേട്ടോ. നല്ലൊരു ദിവസമായിട്ട് ആ ക്ലാസ്സിൽ വെച്ച് കൊടുക്കുക. ഒരു പൈന്റിന്റെ കഷ ഈ സമയത്തായതുകൊണ്ട് കുരുട്ട് വിജയ. അല്ലാതെ നീ ചത്ത് കിടന്ന റീത്തിന് പോലും തരാത്തവനാ. സ്വഭാവം നിനക്ക് അറിയാലോ. ഉള്ളത് വെച്ച് വിട്ടും. ഇനി ഈ പരിസരത്ത് കണ്ടുപോകരുത്. പറഞ്ഞു കേട്ടല്ലോ. വിട്ടോ വിട്ടോ കോളു. ഇനി ആരുമില്ല കേട്ടോ. അയാള് പോയില്ല. ഇനി എന്തുവാടാ നിനക്ക് ഇവിടെ? അണ്ണാ എന്റെ ഒരു ചരുവം. ഇതാതോടാ നിന്റെ ചരുവം? അതുണ്ടാവല്ലേ അണ്ണാ?
എന്റെ പൊന്നു കുഞ്ഞ്, ആരെങ്കിലും ഒക്കെ വരുമ്പോൾ ഇങ്ങനെ നിൽക്കരുത്. പിന്നെ ഇങ്ങനെ നിൽക്കണം. പറഞ്ഞു കേട്ടോ? അതും പറഞ്ഞിരിക്കാനുള്ള സമയമല്ലത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങൾക്കുള്ള സമയമാണ് എന്റെ കുസുമം. ഇവിടെ ഓരോ ജീവതരംഗവും ഇണയെ തേടും രാവിൽ നാണത്തിൽ മുങ്ങി. കഥ പറഞ്ഞിറക്കുന്ന കഥകട. അമ്മ എന്തിനാ അമ്മച്ചി ഈ പരിസരത്ത് കിടന്ന് കറങ്ങുന്ന? കഥകട എന്നെ കിളവി, നിങ്ങൾ എന്ന് 9 മണിക്ക് ഉറങ്ങുന്നതല്ലായിരുന്നോ? ഇന്ന് നിങ്ങളെ കണ്ണടയത്തില്ലയോ അമ്മച്ചി? കണ്ണടയത്തില്ലയോ? അമ്മച്ചി ഗ്ലാസ് ചൂടുവെള്ളം എടുക്കട്ടാ. എന്റെ ദൈവമേ, ഈ വീട്ടിൽ ഇതിനും വേണ്ടി ചൂടുവെള്ളം എവിടെ ഇരിക്കുന്നു? ഒരു പെറ്റ തള്ളയോട് ചോദിക്കാവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ നിവർത്തികേട് കൊണ്ട് ചോദിച്ചു പോവാണ്. ചോദ്യടാ. നിങ്ങൾ ആദ്യ രാത്രി ഞാൻ വന്ന് ശല്യപ്പെടുത്തിയായിരുന്നോല? ഒന്ന് പറഞ്ഞതാ. നിനക്ക് ചൂടുവെള്ളം വേണ്ടെങ്കിൽ വേണ്ട. മോളെ നിനക്ക് കൊണ്ടോടി ചൂടുവെള്ളം? വേണ്ട. കട്ടൻ ചായ? വേണ്ട. കടപ്പം കൂട്ടി തരാന്ന്. വേണ്ടമ്മ. ഈ ഹോൾലെസ്സിലേ ഈ പാലിങ്ങനെ കലക്കി തരാമ്മ. അങ്ങനെയെങ്കിലും ഒരു ഗ്ലാസ് പാല്. പാലേ കൂച്ച. അവള് പറഞ്ഞേട്ടാ, പാലേ കൂച്ചട്ടല്ലെന്ന്. പോനാ കളവി. സുധാകരേട്ടാ, നമ്മുടെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ചേട്ടൻ 1 മാസത്തേക്ക് ജോലിക്ക് ഒന്നും പോകണ്ടോ? എനിക്ക് കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഒഴിച്ചു പോയിരിക്കാൻ പറ്റത്തില്ല. എന്തോ? മോളൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? എന്തോന്നു? സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് തിന്നാം. അപ്പൊ സമ്പത്ത് കാലത്ത് നമ്മൾ റബ്ബർ തൈ വെച്ചാലോ? ആപത്ത് കാലത്ത് വലിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. അതും ഇതും പറഞ്ഞ എന്റെ പുതിയ നെക്ലസ് കണ്ടോ? എന്തോന്ന്? പുതിയ നെക്ലസ്. നെപ്ലസ് ഡിഗ്രിക്കാരിയാണെന്നോ ഞാൻ ഇവിടെ എല്ലാവരുടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് നെപ്ലസ് കുപ്ലസ് എന്ന് പറയുമോ? ആരെങ്കിലും കേട്ട എനിക്കല്ലേ എന്റെ നാണക്കേട്. പറയുമ്പോ അക്ഷരസ്ഫുടത വേണം. എങ്ങനെ? നിക്കോളാസും കൊക്കക്കോളയും പറഞ്ഞിരിക്കാനുള്ള സമയമല്ലത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ് എന്റെ കുസുമം. ഇവിടെ ഓരോ ജീവതരംഗവും ഇണയെ തേടും രാവിൽ നാണത്തിൽ മുങ്ങിയ. ചവിട്ടി പൊളിക്കല്ലേ, ഇതാ വരുന്ന്. റേഡിയോ സ്റ്റേഷൻ. എന്തുവാ മോനെ? എനിക്ക് മാമനൂടെ കിടക്കണം. എന്റെ പൊന്നു മോനെ, നീ അച്ഛന്റെ അമ്മയുടെ കൂടെ പോയി കിടടാ. ഇല്ല, ഞാൻ മാമനൂടെ കിടക്കുള്ളൂ. മാമന്റെ കൂടെ കിടക്കായിരുന്ന മാമ എന്തൊക്കെ മേടിച്ചു തരും എന്നറിയാവോ? വീകാല ആന്റി കൊണ്ടുപോകും, മഞ്ചു മുട്ടായി മേടിച്ചു തരും, പുതിയ പാന്റ് മേടിച്ചു തരും, പുതിയ ഉടുപ്പ് മേടിച്ചു തരും. ഇതൊക്കെ മേടിച്ചെന്ന് പറഞ്ഞ് എന്റെ അച്ഛനും എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എടാ ടിന്റു മോനെ, നിന്റെ അച്ഛനും അമ്മയും പറയുന്ന നടക്കലല്ല. സത്യമായിട്ട് എന്റെ മോനാണ് സത്യം. മാമ ഇതെല്ലാം മേടിച്ചു തരാവേ. മാമ എനിക്ക് മഞ്ചു മേടിച്ചു തരുമോ? മഞ്ചു മേടിച്ചു തരാം. പാർക്കി കൊണ്ടുപോവോ? പാർക്കി കൊണ്ടുപോയി ബീച്ചിൽ കൊണ്ടുപോവോ? ബീച്ചിൽ കൊണ്ടുപോവാ. എങ്കിൽ ഞാൻ മാമന്റെ കൂടെ കിടക്കുന്നില്ല. ദൈവമേ രക്ഷപ്പെട്ടേ. ഞാൻ ഈ മാമിയുടെ കൂടെ കിടന്നോളാം. എന്നാടാ മാമിയെ കണ്ടത്? എന്നാടാ മാമിയെ കണ്ടത്? ആവശ്യമില്ലാത്ത പറയൂടാ. പറയൂ. പോടാ അങ്ങോട്ട്, പോ. മനഃപൂർവ്വ എല്ലാരും കൂടെ അറിഞ്ഞു വെച്ചോണ്ട് ചെയ്യുന്ന പണിയാ. എന്റെ വീട്ടുകാര് ഞാനിവിടെ ഒരു കന്യകരായിട്ട് ഇവിടെ ഇങ്ങനെ നിക്കട്ടെ, ഒരു കന്യകരായിട്ട്. അല്ലെങ്കിൽ ഈ വീട്ടിൽ എത്ര മുറിയുണ്ടോടി? നാറിങ്ങ കൊണ്ടുവന്ന് ഈ കട്ടിലെ കീഴി ചെറുക്കനെ പറഞ്ഞു വിട്ടിരിക്കുന്നു എന്റെ അളിയൻ. നാളെ നേരെ ഒന്ന് വെളുക്കട്ടെ, അവനെ ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും. എടി, ഇത് നിന്റെ ആദ്യരാത്രി അല്ലല്ലേ, എന്റെ ആദ്യരാത്രി അല്ലേ? പറയുന്നത് മനസ്സിലാവട്ടെ. കുളമായോ? മോങ്ങല്ലേ മോങ്ങല്ലേ, തേങ്ങല്ലേ മോളെ, തേങ്ങല്ലേ. എങ്ങനെ തേങ്ങാതിരിക്കും? എങ്ങനെ വേണമെങ്കിലും തേങ്ങ എടുത്ത് വെച്ച് തിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ്. ഇനി ആര് വന്നാലും ഞാൻ കഥ തുറക്കൂല. എന്റെ കുസുമം. ഇവിടെ ഓരോ ജീവതരംഗവും ഇണയെ തേടും രാവിൽ നാണത്തിൽ മുങ്ങിയ. ഒന്നീ ജയില് അല്ലെങ്കിൽ ജീവിതം. ഇനി എനിക്ക് ജീവിക്കണ്ട, അവനെ തട്ടാതെ ജീവിക്കണ്ട. അമ്മ
അമ്മാവനായിരുന്നു. പൊന്നുമക്കൾ എന്താടാ രാത്രി കമ്പും തടിയൊക്കെ അയച്ചേ? അല്ല, ഞാനൊരു ചക്ക കുത്തിടാൻ നോക്കി. ചക്കയോ? ഈ പാതിരാത്രിക്ക് അന്നുകൊണ്ട് ചക്ക? ഒരു മാങ്ങ. മാങ്ങയോ? അമ്മാവൻ എന്ത് ഈ സമയത്ത് ഇവിടെ? എന്റെ പൊന്നുമക്കളെ, അമ്മാവൻ വന്ന എന്നാന്ന് വെച്ചാലേ യാത്ര ചോദിക്കാൻ വേണ്ടിട്ട്. യാത്ര ചോദിക്കാൻ വന്നേതാ? എനിക്ക് ഇന്ന് തന്നെ എടി അമ്മാവൻ യാത്ര ചോദിക്കാൻ വന്നേതടി. പറഞ്ഞോ. എനിക്ക് ഇന്ന് തന്നെ തറവാട്ടിലെത്തണം. തറവാട്ടിലോട്ട്? അതല്ല, ഇവിടെ AC ഇല്ല. AC ഇല്ലാതെ പറ്റൂലല്ലേ? കഷ്ടം. AC ഇല്ലാതെ അമ്മാവൻ ഒരിക്കലും പറ്റൂലടി. യാത്ര വയ്ക്കാൻ ഞാൻ എന്റെ കുടുംബത്തെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന അമ്മാവൻ ഈ അമ്മാവനാ. കേട്ടോ അമ്മാവാ? ശരി അമ്മാവാ. ഞാനെന്നാ അങ്ങോട്ട്. ശരി അമ്മാവാ. എന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും കേട്ടോ. അപ്പൊ ഹണിമൂണിന്റെ കാര്യം പറഞ്ഞപ്പോ അവക്കടെ നാണം കണ്ടോടാ. ആദ്യമൊക്കെ ഇച്ചിരി നാണം കാണും, പിന്നെ നാണമേ കാണില്ല. എന്നാ പിന്നെ അമ്മാവൻ അങ്ങോട്ട്. AC ഇല്ലാണ്ട് പറ്റില്ലേ? തറവാട്ടിൽ രണ്ടുപേരും കൂടെ കൂടി വരാം ഒരു ദിവസം. തറവാട്ടിലോട്ട് വരാം. എന്നാ അമ്മാവൻ അങ്ങോട്ട്. ശരി അമ്മാവാ. പാവം. എടാ കാലാ, നീ വീട്ടിൽ ചെല്ലത്തിലടാ പട്ടി. പറഞ്ഞായിരുന്നോ കഥ അമ്മാവൻ അടയ്ക്കും, ഞാൻ അടയ്ക്കണമെന്ന്. കല്യാണം കഴിഞ്ഞ് മണ്ഡപത്തിൽ ഇറങ്ങിയപ്പോ ആദ്യം വണ്ടിക്കൂലി കൊടുത്തതാ ഈ പട്ടിക്ക്. പാതിരാത്രി കിളവ് യാത്ര ഉണ്ടാക്കാൻ വന്നിരിക്കുന്ന കൊല്ലട്ടെ അവനെ. എടി ചെന്ന് കയറ അവന്റെ തറവാട്ടി. ഇവിടെ എന്റെ തറവാട്ടി വന്നിട്ട് എനിക്ക് സമാധാനം തരുന്നില്ല. പിന്നെ ഇനി അവന്റെ തറവാട്ടി കിടന്ന് ഇവിടെ വന്ന് പട്ടിയെ പോലെ കിടന്നിട്ട് എന്തുവാടി അവന് വേണ്ടത്? AC ഇല്ലാതെ ഉറങ്ങൂല. കോഴിയെ കെട്ടി തൂക്കിയിട്ടിട്ട് കാറ്റ് കൊള്ളുന്നവരാ അവനിപ്പോ AC. അവന്റെ തറവാട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലല്ലോ. 2 മരക്കമ്പും 4 ഓലയും ചാരി വെക്കുന്നതാ തറവാട്. ഈ കട്ടിക്ക് പറഞ്ഞിട്ട് പോയ തറവാട് അടച്ച കളവൻ പോയടാ കാലാതി. ഇനി സുധാകരനെ വാതിൽ അടച്ചിട്ടുണ്ടെങ്കിൽ ഇനി ദൈവം തമ്പുരാൻ വന്ന് മുട്ടിയാൽ പോലും തുറക്കൂല. ഇത് സത്യം സത്യം സത്യം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അതിരാത്രിയാണ് ഈ എന്റെ കുസുമം. സുധാകരേട്ടാ. കൗസല്യാ സുപ്രജാ രാമപൂർവാ സന്ധ്യാ പ്രവർത്തത്തെ